ഹായ് ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ ഞാൻ കണ്ടതാണ് കുറച്ച് മെറ്റൽ കണ്ടിരുന്നു. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്തിനാ പറയാമെന്നറിയില്ല. നമ്മുടെ നാട്ടിൽ ഇതിന് മെറ്റൽ എന്നാണ് പറയാറ്. സാധാരണ കോൺക്രീറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സിമെൻറ്റിൻ്റെ കൂടെയും മണലിൻ്റെ കൂടെയൊക്കെ ചേർക്കുന്ന സംഭവമാണ്. നിങ്ങളുടെ നാട്ടിൽ ഈ സംഭവത്തിന് എന്താ പേര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ തൊട്ടതായ കമന്റ് ഉണ്ടോ. അപ്പോൾ ഞാനിത് എടുത്ത വേറെ ഒന്നല്ല, ഇത് കണ്ടപ്പോഴേ എനിക്കൊരു കാര്യം ഓർമ്മ. നമ്മുടെ +2 എക്കണോമിക്സ് പഠിക്കുന്ന സമയത്ത് നമുക്ക് 2 കോൺസെപ്റ്റ് ഉണ്ട്, മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും ഉണ്ട്. അപ്പോൾ ഇതിൽ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും നമുക്ക് ഇത് വെച്ചൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കാം. അതായത് ഈ പറഞ്ഞ ഇത്രയും കൂട്ടമുള്ള മെറ്റലിന് ഞാൻ ഒന്ന് മാത്രം എടുത്തിട്ട് ഇതെന്താണ്, ഇത് എവിടെ നിന്നുണ്ടായ കല്ലാണ്, ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതാണ് മൈക്രോ എക്കണോമിക്സ്. എന്നാൽ ഞാൻ ഈ ടോട്ടലായിട്ട് എൻ്റെ ചുറ്റും കിടക്കുന്ന ഈ കംപ്ലീറ്റ് മെറ്റൽ എടുത്തിട്ട് പഠിക്കുകയാണെങ്കിൽ അതാണ് മൊത്തത്തിൽ ഞാൻ എല്ലാത്തിനെയും കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ. അങ്ങനെ ടോട്ടലായിട്ട് നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോയും മാക്രോയും തമ്മിലുള്ള വ്യത്യാസം ജസ്റ്റ് ഈ ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾ അറിയിക്കാന്ന് മാത്രമാണ്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ലൈഫിൽ കണ്ടെത്താൻ പറ്റുന്ന റിയൽ ലൈഫ് എക്സാമ്പിൾ തൊട്ട് താഴെ കമന്റ് ചെയ്യുന്ന വിശ്വസിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സൽസബീൻ.